നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ അതുവരെ പിണറായി വിജയന്റെ കാൽ കീഴിൽ ഭയന്നു വിറച്ചു കഴിഞ്ഞിരുന്ന പ്രമുഖ CPM നേതാക്കൾ ഇതാ ഓരോരുത്തരായി വിമർശന തിയറിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പാർട്ടിയിൽ പിണറായി വിജയനെ തങ്ങൾ എപ്പോഴും വിമർശിക്കാറുണ്ടെന്നും എന്നാൽ അതൊന്നും മാധ്യമങ്ങളോട് പറയാറില്ലെന്നുമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാർത്തയുടെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് EP ജയരാജന് ഇങ്ങനെ ഒരു വാക്കെങ്കിലും പുറത്തേക്ക് പറയാൻ ധൈര്യം വന്നത്. പിണറായി വിജയൻ ഇന്നും അധികാരത്തിന്റെ തണലിൽ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ ഇത്തരമൊരു തുറന്ന പറച്ചിലിന് EP ജയരാജൻ പോയിട്ട് പാർട്ടിയിലെ ഒരു നേതാവും ധൈര്യപ്പെടില്ലായിരുന്നു എന്നതാണ് പരമാർത്ഥം. CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പുറത്തു വന്നതോടെയാണ് മാധ്യമങ്ങൾ EP ജയരാജനെ വളഞ്ഞത്. പിണറായി വിജയനെ മാത്രമായി കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തിയതാണ് തോൽവിക്ക് പ്രധാന കാരണമായതെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിണറായി വിജയനെ വിമർശിക്കാൻ പാർട്ടി നേതാക്കൾക്ക് പേടിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾ എന്തിനു പേടിക്കണം, ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട് എന്നായിരുന്നു ജയരാജന്റെ മറുപടി. എന്നാൽ തങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയാറുണ്ടെന്നും മാധ്യമങ്ങളോട് പറയാറില്ലെന്നുമാണ് EP ന്യായീകരിക്കുന്നത്. തങ്ങൾക്ക് അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായതെന്നും വീഴ്ചകൾ കണ്ടെത്തി തിരുത്തുമെന്നും EP അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് കേവലം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. EP ജയരാജന്റെ വാക്കുകളിലെ കപടത വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിയെയോ പിണറായി വാഴുന്ന ഭരണശൈലിയെയോ തിരുത്താൻ EP ജയരാജനോ മറ്റു നേതാക്കൾക്കോ സാധിച്ചിരുന്നില്ലല്ലോ. പോലീസിന്റെ രാജഭരണവും ഭരണസമിതികളുടെ സ്വർണ്ണക്കൊള്ളയും ആഡംബര ജീവിതവും നടക്കുമ്പോൾ പാർട്ടി യോഗങ്ങളിൽ ഇവരെയെല്ലാം പിണറായി നിശബ്ദരാക്കുകയായിരുന്നു. ഇന്ന് പിണറായി വിജയൻ പവറില്ലാതെ തകർന്നു നിൽക്കുമ്പോൾ തങ്ങളും വിമർശിക്കാറുണ്ട് എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്നത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? പിണറായി ജയിച്ച് അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഈ നേതാക്കളാരും ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ വായിൽ നാക്കില്ലാതെ മിണ്ടാതിരിക്കുമായിരുന്നു. പാർട്ടിയിൽ തെറ്റുതിരുത്തലും സ്വയം വിമർശനവും ഉണ്ടെന്ന് EP ജയരാജൻ അവകാശപ്പെടുമ്പോഴും അതൊന്നും പ്രവർത്തനത്തിൽ കണ്ടിട്ടില്ല എന്ന് അണികൾക്ക് പോലും ബോധ്യമുണ്ട്. പിണറായിയെ ഭയന്ന് മിണ്ടാതിരുന്ന നേതാക്കൾ കാരണം പാർട്ടിക്ക് 40 വർഷത്തിനിടയിലെ ഏറ്റവും ദാരുണമായ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. തെറ്റുകൾ യഥാസമയം തിരുത്താൻ ധൈര്യപ്പെടാത്ത EP ജയരാജനെ പോലെയുള്ള നേതാക്കളാണ് പാർട്ടിയെ ഈ ഒരു പതനത്തിലേക്ക് തള്ളിയിട്ടത്. പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് മാത്രം അത് അംഗീകരിക്കേണ്ടി വന്ന EP തങ്ങൾ നേരത്തെയും വിമർശിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയ നേതാക്കൾ തോൽവിക്ക് ശേഷം നടത്തുന്ന ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾക്ക് പുല്ലുവില പോലും ജനങ്ങൾ നൽകുന്നില്ല. പിണറായി വിജയൻ എന്ന വിഗ്രഹം തകർന്നടിയുമ്പോൾ അതിനു ചുറ്റും നിന്നവർ പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തോൽവിക്ക് മുൻപ് പിണറായിയെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. സ്വജനപക്ഷപാതവും നേതാക്കളുടെ ആഡംബരവും RSS പ്രീണനവും നടക്കുമ്പോൾ പാർട്ടി സെന്ററുകളിൽ കൈയടക്കുക മാത്രമാണ് ഇവർ ചെയ്തത്. ഇപ്പോൾ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകിയപ്പോൾ ഉത്തരവാദിത്തം പിണറായിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ EP ജയരാജൻ അടക്കമുള്ളവർ തന്ത്രപൂർവ്വം നീക്കി നടത്തുന്നു. ഭരണത്തിലിരുന്നപ്പോൾ പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ വായ പൂട്ടി നിന്ന് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ തോറ്റപ്പോൾ തങ്ങൾ വിമർശിക്കാറുണ്ട് എന്ന് പറഞ്ഞു വരുന്നത് തികച്ച തമാശയാണ്. പിണറായി അധികാരത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് മാത്രമാണ് ജയരാജന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും കിട്ടിയത്. അധികാരത്തിന്റെ തണലിൽ പാർട്ടി തകർന്ന് തരിപ്പണമായപ്പോൾ മിണ്ടാതിരുന്നവർ തോൽവിക്ക് ശേഷം നടത്തുന്ന ഈ ഒരു തുറന്നു പറച്ചിൽ നാടകം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്.